എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ലാസ്റ്റ് വിളവെടുപ്പ് എടുക്കാൻ വേണ്ടി പോട്ടോ. അപ്പോൾ എന്തൊക്കെയാ സാധനങ്ങൾ ഇന്നൊക്കെ വിളവെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് എല്ലാം തീർന്ന് ഇനിയിപ്പോൾ നമുക്കൊന്നും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു വന്നപ്പോൾ നല്ല പോലെ പൂവിട്ട് വന്നു. അപ്പോൾ അത് ശോഷിച്ചാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ച് പാവയ്ക്ക അധികം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്തവണത്തെ ലാസ്റ്റ് വിളവെടുപ്പിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുമ്പളങ്ങ, നമ്മുടെ കുമ്പളങ്ങ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അത് രണ്ടും കൂടെ ഞാനിങ്ങനെ പറിച്ചെടുക്കാൻ പോവാം. പിന്നെ ഉള്ളത് കുറച്ച് ക്യാപ്സിക്കം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം കൂടെ നിൽപ്പുണ്ട്. അത് ഇത്തവണ കൂടെ വിളവെടുത്ത് ഇത് കാണിച്ചു തരാം. പിന്നെ ഒരു കുറച്ച് നമ്മുടെ തക്കാളി തീരാറായി, എല്ലാം തീർന്നു എന്ന് പറയാം. അതാണ് തക്കാളിയാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇന്ന് വിളവെടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഓൾമോസ്റ്റ് ലാസ്റ്റ് വിളവെടുപ്പാണ്. അപ്പം അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വിളവെടുപ്പ് തീരും. പക്ഷേ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പല പല കാര്യങ്ങൾ കാണും. വിൻ്റർ വെജിറ്റബിൾസ് ഒക്കെ നടാനുണ്ട്, ഗാർഡൻ ക്ലീൻ ചെയ്യാനുണ്ട്, പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്. അപ്പൊ അത് ആദ്യം നമുക്കൊന്ന് പറിച്ചെടുക്കാം. 2 ക്യാപ്സിക്കം ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് 2. ഈ തണുപ്പായതുകൊണ്ട് ഇതൊരു കറുത്ത കളറിൽ വന്ന് നിൽക്കുന്നത് കണ്ടോ, ഇതുണ്ട്. അപ്പൊ ഇത് രണ്ടും പറിച്ച് ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല, അവിടെ ഒന്നുമില്ല. പിന്നത്തെ ഇവിടെ കുറച്ച് തക്കാളിയൊക്കെ നിൽപ്പുണ്ട്. അതും കൂടെയൊക്കെ ഞാനിങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. തക്കാളി ഉണ്ട്, ഈ സൈഡിലുണ്ട്. ഞാൻ പുറകോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ കണ്ടോ, ചെറിയ തക്കാളി ആണേലും ഇത് കളയാൻ വേണ്ടി തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഇതിനകത്തോട്ട് ഇടുവാണ്. പിന്നത്തെ ഉണ്ട് നമ്മുടെ വെണ്ടയ്ക്ക. കണ്ടോ, വെണ്ടയ്ക്ക ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനതിപ്പം പറിച്ച് കളയുന്നില്ല. പക്ഷെ ഈ ഇവിടെ കിടക്കുന്ന ഈ വെണ്ടയ്ക്ക ഇതങ്ങ് പറിച്ചെടുക്കട്ടെ. ഒരു ഇച്ചിരി മൂത്ത് പോയെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 വെണ്ടയ്ക്കയും കൂടെ കിട്ടി, ഒരു സാമ്പാർ ഉണ്ടാക്കാനുള്ളതായി. ഇത് കണ്ടോ, ഇവിടെ ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ട് കിടപ്പുണ്ട്. കൂടാണ്ട് പൂവിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇച്ചിരി താമസിച്ച് അതൊക്കെ ഒന്ന് കാ പിടിച്ച് വരാനെടുക്കാനും കണ്ടോ, അത് പൂവിട്ടൊക്കെ കിടപ്പുണ്ട്. കിടക്കട്ടെ, നമുക്ക് തണുപ്പുള്ള സമയത്ത് കുറച്ച് കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ലേ. ഇവിടെയും കൂടെ ഒരു ക്യാപ്സിക്കം ഉണ്ട്. പിന്നെയുള്ളത് നമ്മുടെ കുമ്പളങ്ങ കേട്ടോ. കുമ്പളങ്ങ വിളവെടുക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഈ കുമ്പളങ്ങ തേണ്ട ഇവിടെ ഉണ്ടല്ലോ, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല ഇനി തണുപ്പായതുകൊണ്ട് വരുമോ ഇല്ലയോ എന്ന്. പക്ഷെ ഇവിടത്തെ കണ്ടോ 2-3 കായൊക്കെ പിടിച്ച് അതൊരു കറുത്ത വരും. അത് തണുപ്പായതുകൊണ്ട് അതൊക്കെ അങ്ങനെ കിടക്കുന്നത്. ഞാൻ ഏതായാലും പറിക്കുന്നില്ല. അതേ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ കായിട്ട് വരുന്നുണ്ടോ, 2 എണ്ണം ഇവിടെ. അതിൻ്റെ പുറത്ത് അവിടെ 2 എണ്ണം. ഇച്ചിരിയും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ അത് നമുക്ക് കൈ കിട്ടിയേനെ. പക്ഷെ ഞാനത് പറിച്ച് കളയുന്നില്ല. എന്തിനാ, ഭാഗ്യങ്ങൾ പരീക്ഷിക്കട്ടെ. അത് വളർന്നു വരുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇത് 2 കൂടെ നമുക്ക് ഒന്ന് പറിച്ചെടുക്കാം. ഇത് ശോഷിച്ചു പോയായിരുന്നു. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാമല്ലോ. നമ്മള് കുമ്പളങ്ങ ഓൾറെഡി 2 എണ്ണം വിളവെടുത്തു. ഇത് 3ാമത്തെ കുമ്പളങ്ങയാണ്. നമ്മുടെ കുമ്പളങ്ങ എല്ലാം ഉണങ്ങി തുടങ്ങി, തണുപ്പായി തുടങ്ങിയില്ല. അപ്പൊ എല്ലാം ഉണങ്ങി കേട്ടോ. അപ്പൊ ഈ കിട്ടിയിരിക്കുന്നതാന്ന് തോന്നുന്നു നമ്മുടെ ലാസ്റ്റത്തെ കുമ്പളങ്ങ. അപ്പൊ ഇതങ്ങ് പറിച്ചങ്ങ് എടുത്തേക്ക്, വിളഞ്ഞ് നിപ്പുണ്ട്. അപ്പൊ ഇതാണ് ഇന്ന് പറിച്ചെടുക്കാൻ പോണത്. വലിയ ഭാരമില്ല. കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തതിന് നല്ല ഭാരം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് കിട്ടിയില്ലേ. നമുക്ക് 2-3 കറിക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക വിളവെടുക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ആയിട്ടില്ല പാവയ്ക്ക, നമുക്കത് പറിച്ചെടുത്തോണ്ട് വരാം. അപ്പത്തെ ഇതാണ് നമ്മുടെ പാവൽ കേട്ടോ. പാവൽ ഇവിടെ പന്തലൊക്കെ ഇട്ടിരുന്നില്ലായിരുന്നു, അത് പ്ലാസ്റ്റിക് നൂലായിരുന്നു. അത് ഈ മഴയും കാറ്റും വെയിലൊക്കെ കൊണ്ട് എല്ലാം അഴുകി അതെല്ലാം താഴോട്ട് മാല പോലെ കിടപ്പുണ്ട്. കണ്ടോ, ഒരു പൂമാല പോലെ, പാവയ്ക്ക മാല പോലെ കിടപ്പുണ്ട്, ഇങ്ങനെ നിരന്ന് പിടിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മൂത്തില്ല, അല്ല ഇത് വിളഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇപ്പോഴേ വിളവെടുക്കുന്നതെന്ന്. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ട് ഇതേലൊക്കെ കറുത്ത പാടുകൾ വീഴാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മളത് എടുത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ എടുത്തു വെക്കുക. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഫ്രൈ ചെയ്തേ, വട്ടത്തിലരിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കാം. അപ്പം നമുക്ക് പിന്നീട് അച്ചാറാണേലും അല്ലാണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാനാണേലും യൂസ് ആകും.
അപ്പം ഇതുപോലെ കുറേ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. വലിപ്പം വെക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നീളം മാത്രം. എന്നിട്ട് അതേൽ ഇങ്ങനെ കറുത്ത പാടായിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് കണ്ടോ, നല്ല വെള്ള പാവയ്ക്ക. നല്ല സമയത്ത്, സമ്മറിൻ്റെ സമയത്ത് നല്ല മുഴുത്ത പാവയ്ക്ക ഉണ്ടാകും. പിന്നെ കുറച്ചും കൂടെ കിടപ്പുണ്ട്, ചെറുത്. ആ ചെറുത് ഞാൻ അവിടെ തന്നെ ഇടുക. അത് ആവട്ടെ, പറ്റുന്നത്ര കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഈ സൈഡ് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാനിങ്ങ് പറിച്ചെടുക്കട്ടെ. ഇത് കണ്ടോ, ഇത് ഇത്രയും ചെറുതാ, എന്നിട്ട് ഇത് മഞ്ഞച്ചു തുടങ്ങി. ഇവിടെ കുറച്ച് പാവയ്ക്കുണ്ട്, ഇത് കാണിച്ചു തരാം കേട്ടോ. തീ കണ്ടോ, ഒരു 3-4 എണ്ണം, 4 അല്ല അത് കൂടുതലുണ്ട്. അപ്പൊ അതങ്ങ് പറിച്ചെടുക്കാവേ. ഈ താഴോട്ട് വരുമ്പോ ഒരു 3-4 ഉണ്ട് ഇങ്ങനെ നിൽക്കുക. രണ്ടുമൂന്നെണ്ണം പഴുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കണ്ടേ ഇങ്ങനെ ആയി പോവുകയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറിച്ചെടുക്കാന്ന് തന്നെ വിചാരിച്ചത്. ഇവിടെയും കൂടെ വന്നോണ്ട് അതും കൂടെ അങ്ങ് പറിച്ചെടുക്കുന്നത്. അയ്യോ, അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ചെറുതായിട്ട് കിടപ്പുണ്ട്, അത് മുഴുവൻ ഞാൻ പറിച്ചെടുക്കുന്നില്ല. കാരണം വലുതാവുന്നത്ര വലുതാവട്ടെ, അല്ലാണ്ട് ചെറുതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതെല്ലാം പറിച്ചെടുത്ത് പിന്നീട് അതിലും വെക്കാം. അപ്പോൾ ഏതായാലും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പം നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് അറിയാവോ? കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്, കുറച്ച് പാവയ്ക്കയുണ്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ 2-3 വെണ്ടയ്ക്കയുണ്ട്. അപ്പം കുഴപ്പമില്ലാതെ വിളവെടുത്ത് കേട്ടോ. അപ്പം നമുക്കൊരു 2-3, എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചക്കുള്ള ഞങ്ങളുടെ കറിയായി. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇത്ര കുറച്ചാണോ കഴിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ വെജിറ്റബിൾ മാത്രമല്ല, നോൺ വെജും കഴിക്കും കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള കഴിപ്പാണ്. അപ്പോൾ എനിവേ ഹാപ്പിയാണ്. നമുക്ക് കുറേ സാധനങ്ങൾ ഇത്തവണ വിളവെടുക്കാൻ വേണ്ടി പറ്റി. നമുക്ക് നമ്മുടെ ഗാർഡൻ നല്ലവണ്ണം ടേക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നല്ലപോലെ വിളവെടുക്കാൻ ചെയ്യാനും ഒക്കെ പറ്റി. നമ്മുടെ വിളവെടുപ്പ് മുഴുവൻ കഴിഞ്ഞെങ്കിലും നമ്മുടെ ഗാർഡൻ വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഗാർഡൻ വീഡിയോ ഇഷ്ടമുള്ളവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.